ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, അതായത് എവിടേക്കോ എന്തൊക്കെയോ ഒരു പുള്ളി തുടങ്ങി. അതായത് ഇതുവരെ പറഞ്ഞിട്ടുള്ളതോ ചെയ്തിട്ടുള്ളതോ പുള്ളിക്കാരത്തേക്ക് എന്താ പറയുക, ഒരു റിഗ്രറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. എന്നെ സ്നേഹിച്ച്, എൻ്റെ ഫാമിലിയെ സ്നേഹിച്ച്, അവരുടെ വ്ളോഗ്സും എൻ്റെ വ്ളോഗ്സും ഒക്കെ ഡെയിലി കാണുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നതാണ്. അല്ലാതെ ഞാൻ എന്താ പറയുക, ആരെയും വെറുപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓമിക്കുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്ളോഗ് ഇടുന്ന ഒരാളാണ്. 1 സെക്കൻഡ് സ്വിഗ്ഗി വന്നു. അതെങ്ങനെ ശരിയാവുക? ഈ ഹോബി എന്ന് പറയുന്ന സാധനം മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ട് തന്നെയല്ലേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഹോബി ആവുന്നത്? അപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഹോബി ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മോണിറ്റൈസേഷൻ ഓണാക്കുന്നത്? ഓഫ് ചെയ്തിട്ടിട്ടാൽ പോരെ വീഡിയോ? താങ്കൾ പറയുന്നുണ്ട്, അതായത് എനിക്ക് എൻ്റെ ഫാമിലീനെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, അശ്വിനെ സ്നേഹിക്കുന്ന, ഓമിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന്. ഈ നിങ്ങളെ ഇന്ന് വിമർശിക്കുന്ന എല്ലാവരും തന്നെ പണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരും, നിങ്ങളെ സ്നേഹിച്ചവരും, നിങ്ങളെ ഇഷ്ടപ്പെട്ടവരും ഒക്കെ തന്നെ ആയിരുന്നു. ഇവരിപ്പോൾ മറുപക്ഷം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ നാവ് പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസം ഫുള്ള് നിങ്ങൾ എയറിലായിരിക്കും. അത്തരത്തിലുള്ള വാക്കുകളാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ആൾക്കാർ വിമർശിക്കാതിരിക്കുന്നത്? ഒക്കെ വ്ളോഗിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യം ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതേപോലെ ഇപ്പോൾ എന്നെ എന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ, നമുക്കിപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ മുകളിൽ സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്നൊക്കെ അടിച്ചിട്ടാൽ പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും, ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ളോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, എന്നെ ഇഷ്ടപ്പെട്ടവർ മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിനകത്തോട്ട് ആ വീഡിയോ ഇട്ടാൽ പോരെ? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? മോണിറ്റൈസേഷൻ. അതുവഴി പണം സമ്പാദിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വരുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ വിമർശിക്കുന്നവർ ഞങ്ങളുടെ വീഡിയോ കാണണ്ട, അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ പറ്റി ഒന്നും പറയാനില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ വിമർശിക്കാനുള്ള കാരണക്കാരി ആരാണ്? അതേപോലെ തന്നെ ഈ വിമർശനത്തിലും എന്തെങ്കിലും കാര്യമുണ്ടോ? അതെന്തുകൊണ്ടാണ് അവരങ്ങനെ വിമർശിക്കുന്നത്? അതിനുള്ള കാരണക്കാർ തങ്ങൾ തന്നെയാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്കൊരമ്മയുണ്ട്, ആ അമ്മേനെ മാത്രമേ നിങ്ങൾക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, വഴി കൂടി പോണവരെ ഒന്നും നിങ്ങൾക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. പണ്ട് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് മീനമ്മ എന്ന് പറഞ്ഞ് പുറകെ നടന്ന ആളെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? തങ്ങളുടെ കുട്ടിയുടെ ആദ്യത്തെ പിറന്നാളിന് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുട്ടീനെ എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചു തരത്തില്ല. പിന്നെ വന്ന ആളുകൾ ഭക്ഷണം കഴിച്ച ശേഷം മാത്രമല്ലേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, വിരൂപമായിട്ടുള്ള ആ ഒരു ചിത്രമാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ വിമർശിക്കുന്നത്. വിമർശിക്കുന്നവരെ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവർ വിമർശിക്കുന്നതിന് അവരുടേതായ ന്യായങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ വന്ന് പറയുന്നുണ്ടല്ലോ, എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതിയെന്ന്. അത് നിങ്ങളുടെ പക്ഷം. അതേപോലെ തന്നെ കാണുന്നവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഇത് സോഷ്യൽ മീഡിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഫീൽഡ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ.
നിങ്ങളുടെ അച്ഛനായ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് കൊറോണ ടൈമിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അതെ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിലെ സിന്ധു കൃഷ്ണ ആയിക്കോട്ടെ, ദിയ, നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്, ഓക്കെ, അതിൽ നിന്നുള്ള ഇൻകം നിങ്ങൾക്കുണ്ട്, എക്സ്ട്രാ ഇൻകം നിങ്ങൾക്കുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ സിന്ധു കൃഷ്ണ ആയിക്കോട്ടെ, ഇഷാനി കൃഷ്ണ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അഹാന കൃഷ്ണ ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, എല്ലാവരും ഈ യൂട്യൂബിൽ നിന്നുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇവരുടെ മെയിൻ ഇൻകം. പിന്നെ ഇവരുടെ പ്രൊമോഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാലും അത് യൂട്യൂബ് വഴിയും ഇൻസ്റ്റ വഴിയും റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരും വാങ്ങുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻകാർ പൈസ തരുമോ? ഇല്ലല്ലോ. ആ പ്രൊമോഷൻ ചെയ്ത വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് ഇൻഫ്ലുവൻസായി ആൾക്കാർ വാങ്ങുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നവർ മാത്രം കണ്ടാൽ മതി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത്, എനിക്ക് വീഡിയോ ഇട്ട്, എനിക്ക് എഡിറ്റ് ചെയ്ത്, ഇപ്പം നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം. മനസ്സിലായില്ലേ? ബിക്കോസ് അത്രയേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു മായാജാലം പിടിച്ചൊരു ലോകം. മനസ്സിലായി? അപ്പം നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയുക യൂട്യൂബേഴ്സും, നിങ്ങളിപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളെ ഇപ്പോൾ വന്നിട്ട് നിങ്ങളത് അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. മനസ്സിലായത്? നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവരെന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഈ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അതായത് ഒരു വീഡിയോയുടെ 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോ ആയിട്ടുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ ഒരാളുടെ കാണുന്നത്. അതായത് അതിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ കൂടി എങ്ങനെയാണ് നമുക്ക് അയാൾ നല്ല ആളാണോ അതോ ചീത്ത ആളാണോ, നല്ല സ്വഭാവമുള്ളതാണോ ചീത്ത സ്വഭാവമുള്ള ആളാണോ എന്നറിയാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും നിങ്ങൾ എഡിറ്റ് ചെയ്ത് തന്നെയല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എല്ലാ മാസവും അല്ല എല്ലാ ആഴ്ചയിലും 3 പ്രാവശ്യം, അതായത് ഒരു നേരം 3 പ്രാവശ്യം ഗുളിക കഴിക്കണം അല്ലെ മരുന്ന് കഴിക്കണം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏറി കയറുന്നത് നിങ്ങൾ മനഃപൂർവ്വം ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നതാണോ? അതോ ഇനി ഏറി കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈറലായിട്ട് സോഷ്യൽ മീഡിയ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഇട്ട് കൊടുക്കുന്നതാണോ? അതും നിങ്ങൾ എഡിറ്റ് ചെയ്യാതെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? ഓക്കെ. ഇവിടെ പറഞ്ഞൊരു പോയിൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അതാണ് ഈ വീഡിയോയിൽ ഏറ്റവും പീക്ക് ഡയലോഗ്. നിങ്ങൾ ഓർക്കണം, ഈ പുള്ളിക്കാരത്തിയാണ് 2-3 മാസം മുന്നേ പറഞ്ഞത്, എൻ്റെ അമ്മേനെ മാത്രമേ എനിക്ക് എൻ്റെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, വഴി കൂടി പോണവരെയൊന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. കല്യാണത്തിന് മുമ്പ് മീനമ്മ എന്ന് സ്വന്തം ഭർത്താവിൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരത്തിയാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഓമിയുടെ ബർത്ത്ഡേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി തിരിച്ചു തരത്തില്ല, അവർ ഭക്ഷണം കഴിച്ച് കഴിയുന്നത് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിൽ ശരിക്കും റിയൽ ക്യാരക്ടർ ഇത് തന്നെയാണ്. നമ്മളിനി തെറ്റിദ്ധരിച്ച് പുള്ളിക്കാരി ഇങ്ങനെയൊന്നും അല്ല, വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നതാണ്, അല്ലെ വായിന്നറിയാതെ വീണ് പോകുന്നതാണ് എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. ദിയക്കുട്ടി ശരിക്കും ഇങ്ങനെ തന്നെയാണ്. അയച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയുക, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്, പക്ഷേ ഐ എം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് തിങ്സ് ക്ലിയർ ഓർ ജസ്റ്റ് ഗിവ് എ ക്ലോഷർ ടു ദ പീപ്പിൾ ഹു ജസ്റ്റ് റാൻഡംലി കമ്മിങ് ഇൻ ഈ കമൻറ്റ് ഇട്ടിങ്ങനെ മോശമായിട്ട്. ഇപ്പോൾ അശ്വിൻ്റെ ആയാലും എൻ്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ആർ ലൈക്ക് വെരി ഹാപ്പി. നമ്മൾ ഓമിക്കുട്ടനായാലും നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഹാപ്പിലി. ഓക്കെ, അപ്പം നമ്മുടെ ഫാമിലി ലൈഫിലായാലും ഇപ്പോൾ എൻ്റെ ഫാമിലിയിലായാലും അശ്വിൻ്റെ ഫാമിലിയിലായാലും ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയാണ്. ഈ വന്ന് കമൻറ്റ് ഇടുന്നവരാണോ അവർ കരഞ്ഞു ഇവർ കരഞ്ഞു, അവരെ മൈൻഡ് ചെയ്തില്ല ഇവരെ മൈൻഡിലെന്ന് പറഞ്ഞു. ഓഫ് ദ ക്യാമറ വി ആർ ഓൾ ഹാപ്പി. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അശ്വിൻ്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പോകേണ്ടതും. പക്ഷേ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ ഒരിക്കലും പറഞ്ഞുണ്ടാക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് വീണ് കിട്ടുന്ന ഓരോ കച്ചിത്തുരുമ്പ് കേൾക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അശ്വിൻ്റെ അമ്മയുടെ കാര്യമായിക്കോട്ടെ, ഓമിയുടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളായിക്കോട്ടെ, ഓമിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ അശ്വിൻ്റെ ഫാമിലി ആരെയും കണ്ടിട്ടില്ല, അതായിക്കോട്ടെ, എല്ലാം കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്, എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അവരുടെ ഫാമിലിയുടെ ഇടയിൽ എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊന്നും നമ്മൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ക്യാമറ വെച്ച് എടുക്കുന്നതല്ല. നിങ്ങൾ തന്നെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ. ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരു മനുഷ്യന് പോസിറ്റീവ്സ് നെഗറ്റീവ്സും ഉണ്ട്. ഒരിക്കലും ഒരു വ്യക്തി 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്ങനെ പറയാൻ കഴിയും നമുക്കൊരു വ്യക്തി 100% പെർഫെക്റ്റ് ആണെന്ന്? കാരണം ഒരാളുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടാവും, മറ്റൊരാളുടെ കൂടി കണ്ണിൽ കൂടി കാണുമ്പോൾ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല അത് ആ കാണുന്ന വ്യക്തി 100% നല്ല രീതിയിൽ എന്താ പറയുക നല്ല ക്യാരക്ടറുള്ള ഒരു നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ചിലപ്പോൾ നമ്മളെ കാണിക്കാത്ത കാണിക്കാത്ത നെഗറ്റീവ്സ് അയാൾക്കുണ്ടാവും, നെഗറ്റീവ് സൈഡ് അയാൾക്കുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്, ഓരോ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. നമ്മളതൊരു ക്യാമറയിൽ കൂടി ഒപ്പി സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതിൽ തെറ്റാണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഒന്ന് ചിന്തിച്ച് അതൊന്ന് ചെക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ നിങ്ങളെ വിമർശിക്കാനുള്ള ഓരോ എന്താ പറയുക, എന്നെ അടിക്കാനുള്ള വടി അവൻ വെട്ടിക്കൊടുത്തു എന്ന് പറയുന്നത് പോലെ നമ്മളെ അടിക്കാനുള്ള വടി നമ്മൾ തന്നെയാണ് വെട്ടിക്കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഓരോ ഇഷ്യൂസ് നിങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളതിൽ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങളിവിടെ പറയുന്നുണ്ട് നെഗറ്റീവ്സിനാണ് കൂടുതൽ കയ്യടി കിട്ടുക എന്ന്. അത് നിങ്ങൾ എന്തർത്ഥത്തിലാണ്, അല്ലെങ്കിൽ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളത് പറയുന്നത്? ഒരിക്കലും അല്ല. പോസിറ്റീവ്സും നെഗറ്റീവ്സിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വീഡിയോ കണ്ടാലും നെഗറ്റീവ് വീഡിയോ കണ്ടാലും രണ്ടും സോഷ്യൽ മീഡിയ പ്രതികരിക്കും. സോഷ്യൽ മീഡിയ അതിനെപ്പറ്റി സംസാരിക്കും അല്ലേ? ചർച്ചകളുണ്ടാവും, വിഷയങ്ങൾ വരും, അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു കൊച്ചിൻ ഹനീഫയുടെ വീടിൻ്റെ പാല് കാച്ച സമയത്ത് ദിലീപ് അവർക്ക് ചെയ്ത ഹെൽപ്പിനെ പറ്റിയിട്ട് പുള്ളിക്കാരൻ്റെ, അതായത് കൊച്ചിൻ ഹനീഫയുടെ വൈഫിൻ്റെ ബ്രദർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തതുമാണ്. അതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ വ്യൂവും ഹൈപ്പുമാണ് കിട്ടിയത്. അതെന്തുകൊണ്ടാണ്? അത് ദിലീപിൻ്റെ ഒരു പോസിറ്റീവ് സൈഡല്ലേ? അതുകൊണ്ട് അതിനെ എന്തുകൊണ്ട് ആൾക്കാർ പോസിറ്റീവായിട്ട് എടുത്ത് അഭിനന്ദിച്ചു? എന്തുകൊണ്ട് ആൾക്കാർ പോസിറ്റീവായിട്ട് എടുത്ത് കമൻറ്റ് ചെയ്തു? അതൊരു പോസിറ്റീവ് കാര്യമല്ലേ? അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ ആണ്, അവിടെ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ് കാര്യത്തോടും പോസിറ്റീവ് കാര്യത്തോടും ആൾക്കാർ പ്രതികരിക്കും. അവരവരുടെ കണ്ണിൽ കൂടി കാണുമ്പോഴുള്ള പ്രശ്നത്തിൻ്റെ ആണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോസിറ്റീവ്സിന് മാത്രമേ നെഗറ്റീവ്സിന് മാത്രമേ കയ്യടി കിട്ടുമെന്ന്. അങ്ങനെയൊന്നും അല്ല. നിങ്ങളൊരു നല്ല കാര്യം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ പറയുന്നതുകൊണ്ട് വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റിയിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ്സാണ് വരുന്നത്? ഒരു നെഗറ്റീവ്സും വരില്ല. നിങ്ങൾ വായി തോന്നുന്ന കൊതയ്ക്ക് പാട്ടുന്ന രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം. ഇനി ഞാൻ ഇതിൽ ഗ്രേറ്റ് എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ നെഗറ്റീവ്സിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുക എന്നുള്ളത്. നിങ്ങളുടെ തന്നെ പോസിറ്റീവായിട്ടുള്ള വീഡിയോ, അതായത് നിങ്ങൾ ഡെലിവറി ടൈമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ, അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഇഷ്യൂ, അതായത് നിങ്ങളുടെ ഷോപ്പോ ബയോസിയിൽ ഉണ്ടായ ആ മോഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിലൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തതും റിയാക്ട് ചെയ്തതും ഒക്കെ, കമൻസ് അപ്ലോഡ് ചെയ്തതും ഒക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ആവുന്നത്? ദിയ കൃഷ്ണ, എങ്ങനെയാണ് നെഗറ്റീവ്? നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിമർശിക്കാനുള്ള പോയിന്റ് ഇട്ട് തരുമ്പോഴാണ് നമ്മളതിനെ വിമർശിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതുമെല്ലാം. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ആ ഡൽഹി പ്രൊട്ടസ്റ്റ്, അതിൽ സോഷ്യൽ മീഡിയ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് എന്താ പറയുക, ആ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ട് അവർക്ക് അവരുടെ അവകാശം നേടിയെടുക്കാനായിട്ട് പ്രയത്നിച്ചത്. അതിനെതിരെ, അതായത് ഈ സമരത്തിനെതിരെ നിന്നവർക്ക് എല്ലാവരെയും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സിന് മാത്രമാണ് കയ്യടി കിട്ടുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? പിന്നെ അതുമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നെഗറ്റീവ് കമൻസിനാണ് കയ്യടി കൂടുതൽ. നിങ്ങളുടെ തന്നെ വീഡിയോയുടെ താഴെ എന്തോരം പോസിറ്റീവ് കമൻസ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തോരം വീഡിയോയുടെ താഴെ പോസിറ്റീവ് കമൻസ് ഉണ്ട്. അവരൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ? അവർക്ക് നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ വീഡിയോ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പോൾ എങ്ങനെയാണ് എന്താ പറയുക, നെഗറ്റീവ് വീഡിയോയ്ക്ക് മാത്രമാണ് കയ്യടി കിട്ടുക എന്ന് പറയുന്നത്? ഈ പോസിറ്റീവായിട്ടിടുന്ന കമൻസും നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെ ഇടുന്നതല്ലേ? ഓക്കെ, പുള്ളിക്കാരത്തി എന്താ പറയുക, കുറച്ച് ഫാമിലീനെ പറ്റിയും അതേപോലെ തന്നെ തനിക്കുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയും ഫാമിലിക്കുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയൊക്കെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ യമ്മ മാറ്റിസിൻ്റെ ചെറിയൊരു പ്രൊമോഷനും കൂടിയുണ്ട്.
പ്രൊമോഷൻ കോഡൊക്കെ പുള്ളിക്കാരത്തി കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നല്ലവരായ ഓഡിയൻസ്, അതായത് നിങ്ങളെ ദിയ കൃഷ്ണ ആൻഡ് ഫാമിലി ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ്, അവരുടെ ഫാൻസായ ഓഡിയൻസ്, അതേപോലെ തന്നെ ദിയ കൃഷ്ണ ആൻഡ് ഫാമിലി മാത്രം ആരാധിക്കുന്ന ഓഡിയൻസ്, അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് എമ്മ മാറ്റേഴ്സ് വാങ്ങാവുന്നതാണ്. ഓക്കെ. പിന്നെ വീഡിയോയുടെ ആദ്യം ദിയ കൃഷ്ണ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ ഒന്നും കൂടി സ്മരിക്കുന്നു. അതായത് എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ, മെയിൻ സോഴ്സ് ഓഫ് എൻ്റെ ഇൻകം ഇതല്ല എന്നാണ് പുള്ളിക്കാരത്തി അതിൽ ഉദ്ദേശിക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എമ്മ മാറ്റേഴ്സിൻ്റെ പ്രൊമോഷൻ വീഡിയോ കുത്തിക്കയറ്റി എന്തിനാണ്? അതേപോലെ തന്നെ കമൻസിൽ നിങ്ങൾ കൂപ്പൺ കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? ഇതെല്ലാം നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും മോണിറ്റൈസേഷൻ ഓണാക്കി തന്നെയല്ലേ വെച്ചിരുന്നത്, ഓഫാക്കിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനർത്ഥം ക്യാഷ് കിട്ടാനായിട്ട് തന്നെയാണെന്നല്ലേ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.